ഹലോ, ഞാനപ്പം ഇന്നത്തെ ഒരു ദിവസം എൻ്റെ അമ്മ വീട്ടിലാണ്. അമ്മേൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ അമ്മാത്ത് എന്നാണ് ഞങ്ങൾ പറയുക. അപ്പോൾ അവിടെ രാവിലെ തന്നെ ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റു. അമ്പലത്തിലൊക്കെ പോകണം, പിന്നെ നിങ്ങൾക്ക് അമ്മാത്തൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ അമ്മാത്ത്. അമ്മ വീടിനാട്ടോ അമ്മാത്ത് എന്ന് പറയുന്നത്. മെയിൻ റോഡിൻ്റെ ഒരു സൈഡിൽ തന്നെ ആയിട്ടാണ് ആലപ്പുരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിലാണ് എൻ്റെ അമ്മാത്ത്. അപ്പോൾ എൻ്റെ മുത്തശ്ശന് ഇവിടെ ഒരു കടമുറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. മുത്തശ്ശനിപ്പോൾ ഇല്ല. അങ്ങനെ അപ്പോൾ ഈ ഒരു കുഞ്ഞി അമ്മാത്താണ് എൻ്റെ അമ്മാത്ത്. ഇവിടെ ഒരു പൂച്ച പ്രസവിച്ച് 2 പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളതിനെ പിടിക്കാൻ നടക്കലും ഒക്കെയാണ്. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. നല്ല രസമാണ്. പിന്നെ ഞങ്ങളിന്ന് രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമായിട്ട് ഇവിടെ അമ്മയുടെ പേപ്പരിക്ക് ഭഗവതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു കാവാണ്. അവിടെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങൾ. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ. കാണാനൊക്കെ നല്ല രസമാണ്. അവിടേക്ക് പോകുന്ന വഴിയും ഈ ആലപ്പുരം എന്ന് പറഞ്ഞൊരു ഈ ഒരു ഗ്രാമം തന്നെ നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ്. നമ്മൾ സിറ്റിയുടെ ഒരു തിരക്കിലൊക്കെ ജീവിച്ചിട്ട് ഇവിടെ വരുമ്പം എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്, ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഒരു കനാലുണ്ട് കേട്ടോ. കനാലിൽ ഇപ്പം വെള്ളമില്ലായിരുന്നു, പിന്നെ വൈകുന്നേരം വെള്ളം വന്നു. അപ്പോൾ ഇങ്ങനെ ഇത് അമ്മ പഠിച്ച സ്കൂളാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ആലപ്പുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ നല്ല രസമാണ്. ഒരു കുളമൊക്കെ ഉണ്ട്. ആ കുളത്തിൽ നമുക്കിങ്ങനെ ചുറ്റും ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു തോണിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം വെറുതെ തോണി കയറി കളിച്ചപ്പോഴത്തേക്കും അവിടെ അമ്മയുടെ നാടാണല്ലോ, അവിടുത്തെ 2 ആൾക്കാർ ഞങ്ങളെ തോണി കയറ്റി കൊണ്ടുവരാൻ വേണ്ടി, മീൻസ് ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാതെ ഒരു വാട്ടർ എന്താ പറയുക വെള്ളത്തിൽ വെറുതെ ഇങ്ങനെ വരാൻ. പക്ഷേ ചെറിയ പേടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. ഇതാണ് കേട്ടോ അമ്പലം. പണ്ട് ഈ അമ്പലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പം നവീകരിച്ച് ഇങ്ങനെ ആക്കിയതാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് അമ്മാത്ത് വന്നു. ഞാൻ ഊണ് കഴിക്കുന്നതിന് മുന്നേയായിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ പൂച്ചയുടെ കളിയൊക്കെ കണ്ട് 2-3 മാങ്ങയൊക്കെ പെറുക്കി. മാങ്ങ കഴിക്കൽ തന്നെയായിരുന്നു മെയിൻ പരിപാടി കേട്ടോ. പിന്നെ പൂച്ചയുടെ കളി കണ്ടുകൊണ്ടിരുന്നു. ഇതൊക്കെയായിരുന്നു അവിടുത്തെ ഒരു ദിവസം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വല്യമ്മാത്തുണ്ട്. അമ്മയുടെ അമ്മാത്തിനാണ് വല്യമ്മാത്തെന്ന് പറയുക. അപ്പോൾ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല, വീട്ടിലൊന്നും ആരും ഇല്ല. കുളം ആരും യൂസൊന്നും ചെയ്യുന്നില്ല. അത് ഞങ്ങൾ പിന്നെ കനാലിൽ പോയി നോക്കിയപ്പോൾ അവിടുത്തെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഓടിപ്പോയി ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റായി വന്നു. ഞങ്ങൾക്ക് കനാലിൽ കുളിക്കാനൊരു മോഹം, വല്ലപ്പോഴുള്ള ഇങ്ങനെയൊക്കെ വരുമ്പം മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കനാലിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി. നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു കാം ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നല്ല മഴ വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. കുറച്ച് നേരം മഴയൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഒരു കാമിങ് ആയിട്ടുള്ള ഈവനിങ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നല്ലൊരു ചൂട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മാത്ത് വരാൻ. എല്ലാ തിരക്കും എല്ലാ പ്രശ്നങ്ങളും ഒക്കെ മറന്ന് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു കാമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇവിടെ വരുമ്പോൾ വീണ്ടും കുറേ പ്രായം കുഞ്ഞായ പോലെയോ ചെറുതായ പോലെയോ ഒക്കെ തോന്നും. കസിൻസ് എല്ലാവരും ഇപ്പോൾ ഒരുമിച്ചുണ്ടാവാറില്ല. പണ്ടൊക്കെ വെക്കേഷനായ എല്ലാ കസിൻസും ഉണ്ടാവുമായിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ ഫീലിങ്ങൊക്കെ. ഇവിടെ വരുമ്പോൾ വീണ്ടും ആ ഫീലിങ്സിലൂടെയൊക്കെ ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് പോകുന്ന പോലെ തോന്നും. എനിക്ക് തന്നെ ഇടയ്ക്ക് ഇവിടെ മിസ് ചെയ്യുമ്പോൾ എടുത്തു നോക്കാനുള്ളൊരു മെമ്മറി ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ബൈ.